ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒരു റോഡ് ട്രിപ്പ് ചെയ്യണം. കാരണം അത് വെറും ഒരു സ്ഥലത്തെത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു യാത്ര മാത്രമല്ല. തുറന്ന ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ, വഴിയിൽ മാറി മാറി വരുന്ന കാഴ്ചകൾ കാണുമ്പോൾ, പ്ലാൻ ഇല്ലാതെ എടുക്കുന്ന സ്റ്റോപ്പുകളും വഴിയിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും നമ്മൾ കാണുന്ന ആൾക്കാരും അവരുടെ സംസ്കാരം ഇതെല്ലാം ചേർന്ന ഒരു അനുഭവം, ഒരു ഓർമ്മയാണ് ഓരോ റോഡ് ട്രിപ്പ് നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു റോഡ് ട്രിപ്പിന് ഭാഗമാവാനായിട്ട് നിങ്ങളെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചിയിൽ നിന്നും ഉപ്പുമരുപ്പുമുള്ള നാടായിട്ടുള്ള കച്ചിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഈ റോഡ് ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ വീഡിയോക്കകത്തുള്ളത്. 3ാമത്തെ ദിവസം നമ്മൾ കോലാപ്പൂരിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. കോലാപ്പൂരിൽ നിന്ന് പൂനെ വരെയുള്ള യാത്രാ വിശേഷങ്ങളും പൂനെയിലെ താമസവും പൂനെയിൽ നിന്ന് നമ്മൾ മുംബൈയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കോലാപ്പൂർ ടു പൂനെ ഏകദേശം ഒരു 4.25 മണിക്കൂറാണ് നമുക്ക് ട്രാവൽ ടൈം ഉള്ളത്. ഏകദേശം 230 കിലോമീറ്ററാണ് നമുക്ക് ദൂരം വരുന്നത്. നമ്മൾ NH-48 വഴിയാണ് നമ്മുടെ യാത്ര നമ്മൾ കോലാപ്പൂരിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. NH-48 എന്ന് പറയുന്നത് ചെന്നൈ ടു ഡൽഹി പോകുന്ന ഒരു മെയിനായിട്ടുള്ള, ഇന്ത്യയിലെ തന്നെ വളരെ മെയിനായിട്ടുള്ള ഒരു ഹൈവേ ആണ്. നമ്മുടെ ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ഹൈവേ ആണ്. അപ്പോൾ നമ്മളീ പോകുന്ന യാത്രയിൽ നമ്മൾ ആദ്യം കണ്ടത് ഷുഗർ കെയിൻ പാടങ്ങളായിരുന്നു കേട്ടോ. കരിമ്പിൻ്റെ പാടങ്ങൾ ഒരുപാട് നമ്മൾ പോകുന്ന വഴി കാണാൻ പറ്റി. ഈ കാണുന്ന പോലെ ഒരു ട്രാക്ടറൊക്കെ അതുവഴി പോകുന്നുണ്ട്. പക്ഷേ ഇത് വേറെ എന്തിൻ്റെ പാടമാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഷുഗർ കെയിൻ്റെ പാടങ്ങൾ ഒരുപാട് കണ്ടു. ഈ കാണുന്ന എല്ലാം ഷുഗർ കെയിനാണ്. പിന്നെ ഈ പറഞ്ഞ ഷുഗർ കെയിൻ ഒരുപാട് വരുന്ന ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ മഹാരാഷ്ട്രയും കർണാടകയൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറിയൊരു വഴി കൂടി ഇങ്ങനെ കയറിപ്പോയതാണ്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ട്രാക്ടറുകൾ നമ്മൾ കേരളം വിട്ടപ്പോൾ തന്നെ സ്ഥിരം കാഴ്ചയായിരുന്നു. കാരണം ഇവിടെ ഒരുപാട് കൃഷി, അവിടുത്തെ കേരളത്തെക്കാൾ കൂടുതൽ കൃഷി പുറത്തുള്ള സംസ്ഥാനങ്ങളിലാണല്ലോ. അതുകൊണ്ട് തന്നെ ട്രാക്ടറും ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കരിമ്പ് മാത്രമല്ല, നമ്മൾ ക്യാബേജും കോട്ടണും മെയ്സും ഇതിൻ്റെ എല്ലാ പാടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോലാപ്പൂർ വന്ന വഴിക്ക്. വണ്ടി പൊടിയായി തുടങ്ങി. വണ്ടീനെ പതൊക്കെ കഴുകണം. നമുക്ക് എവിടെയെങ്കിലും വാഷിംഗ് കിട്ടുമോ നോക്കാം. നമ്മളങ്ങനെ സത്താര വഴിയാണ് പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സത്താരയിലൊക്കെ പറഞ്ഞാൽ പേടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ സത്താര കന്തി പേടയും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സ്നാക്സൊക്കെ നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്ന് നമ്മൾ മേടിച്ചു. ചെറിയൊരു ചായയും കുടിച്ചു കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് അടുത്ത് ഒരു കട കണ്ടത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സത്താര കന്തിപേട, सतारा कंदीपेड़ा, ओके। बाड़ेकर बंधु। आपका नाम? मेरा नाम गौरव राजौरिया। गौरव രാജോറിയ. ഓ ഗൈസ്, നമ്മൾ പേട മേടിച്ച കടയിൽ നിന്നാണ് പേടയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ച ഷോപ്പിൻ്റെ പേര്, പേട ഗെറ്റ് 250 ഗ്രാം ഗിഫ്റ്റ്. നമ്മൾ ഈ പൂനെ എത്തുന്ന റൂട്ടിൽ ഇതുപോലെ ഒരുപാട് കടകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാരണം പേടയും സ്വീറ്റ്സൊക്കെ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കങ്ങനെ അടുത്ത ഫുൾ ടാങ്ക് അടിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഓരോ ഹാഫ് ടാങ്ക് ആകുമ്പോഴും നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ദൂരം നമുക്ക് ഒരുപാട് ദൂരം നമുക്ക് ട്രാവൽ ചെയ്യുന്നില്ല. 230 സംതിങ് കിലോമീറ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം കൂടെ ഓടാൻ നമുക്ക് കാണും. അപ്പോൾ നമ്മൾ ജിയോയുടെ പമ്പിൽ നിന്നാണ് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുന്നത്. ഇവിടൊക്കെ കേരളത്തിനെക്കാട്ടിലും ഇവിടെ ഫ്യൂവലിന് വിലക്കുറവ് കേട്ടോ. അങ്ങനെ ഫ്യൂവലൊക്കെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് നമ്മുടെ യാത്ര പിന്നെയും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ഹൈവേയിലൊക്കെയാണ് എപ്പോഴും നല്ല പച്ചപ്പും ഹരിതാഭയും പിന്നെ രണ്ട് സൈഡിലും ഒരുപാട് ബിൽഡിങ്സും എന്തെങ്കിലുമൊക്കെ സംഭവം കാണുമല്ലോ. പക്ഷേ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും വളരെ തരിശ് ഭൂമിയായിട്ട് കിടക്കുന്ന ഒരുപാട് സ്ഥലം കാണാം. കാരണം ഇഷ്ടംപോലെ സ്ഥലം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചില സ്ഥലത്തൊക്കെ ഇവർ മാനുഫാക്ചറിങ് സംഭവങ്ങളൊക്കെ, ഇപ്പോൾ ഗുജറാത്തിലേക്കാണ് ഒരുപാട് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയൊക്കെ ഉള്ള സ്ഥലമാണ് ഗുജറാത്ത്. മഹാരാഷ്ട്രയിലും കർണാടകയിലാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് സ്ഥലവും കുറവാണ്, അത് മറ്റൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ മലയാളികളാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ വീടുകളും ഫ്ലാറ്റുകളൊക്കെ പണിയാനെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. മേ ബി അവിടെ ചൂടായതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പോലീസ് ചെക്കിങ് കിട്ടിയിരിക്കുകയാണ്. സത്താറ കഴിഞ്ഞപ്പോൾ നമുക്കൊരു പോലീസ് ചെക്കിങ്, ടോൾ കഴിഞ്ഞപ്പോൾ. പോലീസാണോ സംശയമുണ്ട്? പോലീസാണോ എന്തുവാണെന്നോ? പോലീസായിരിക്കും. പെറ്റടിക്കുന്ന മെഷീനൊക്കെ ഇരിപ്പുണ്ടായത്. അപ്പോൾ രണ്ട് കാര്യം ചോദിച്ചു, ലൈസൻസും പൊല്യൂഷനും ചോദിച്ചു. ലൈസൻസും പൊല്യൂഷനും കൊടുത്തു. പിന്നെ വണ്ടി മൊത്തത്തിലൊന്ന് നോക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചു യൂട്യൂബറാണോ ചോദിച്ചു. അപ്പോൾ പറയാം യൂട്യൂബറാണ്. രണ്ടുപേരും യൂട്യൂബറാണോ? അല്ല, ഞാൻ യൂട്യൂബറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവഴി പൂനെ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പൂനെ
മുംബൈ വഴി കച്ചിലേക്ക് പോകാനാ? കർണാടക എന്നാണ് പറഞ്ഞല്ല, കേരള. ഓ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഹാപ്പിയായി. അങ്ങനെ പുള്ളി തംസപ്പ് കാണിച്ച് വിട്ടു. വേറെ അലമ്പൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചിനി ഈ പോകലൈറ്റിനൊക്കെ പിടിച്ചു നിർത്തുമായിരിക്കുന്നു. അപ്പൊ അതിന് പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടെന്നാണ്. ബോർഡർ എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര ആയല്ലോ. നമ്മള് മറ്റേ പൂനെ മുംബൈ ഏരിയ ഒന്നും കേറിയിട്ടില്ല. ഗുജറാത്ത് ബോർഡറൊക്കെ ചെല്ലുമ്പോ കാണാം എന്താണ് കിട്ടുന്നത്. കർണാടക വിടാറായപ്പോഴാണ് അവിടുത്തെ പോലീസുകാരന്മാരെ പിടിച്ച് 500 രൂപ മേടിച്ചോണ്ട് പോയത്. ഇനിയിപ്പോ മഹാരാഷ്ട്ര കഴിയുമ്പോൾ അറിയാം. ഇതിപ്പോ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പൊല്യൂഷനൊക്കെ കാണിച്ചപ്പോ ഓക്കെ. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചേക്കുന്ന ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചപ്പോ അതിലെന്തെങ്കിലും ചോദിക്കാൻ മേ ബി അത് എന്താണെന്നോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ടണലൊക്കെ നമ്മൾ ക്രോസ് ചെയ്യും കേട്ടോ. ഇതെല്ലാം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള മലകളിലൂടെ ഉള്ള ടണലാണ്. കമ്പത്ത് കീ ടണൽ എന്ന് പറയുന്ന ടണലാണ് ഈ കാണുന്നത്. ഒരുപാട് ടണലുണ്ട്. ഏകദേശം 1.5 കിലോമീറ്റർ അടുപ്പിച്ച് നീളമുള്ള ടണൽ വരെ നമ്മൾ ഈ റൂട്ടിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള കുതിരാൻ ടണലിനെക്കാളും വളരെ വലുതായിട്ടുള്ള ടണലുകളാണ്. അതായത് നീളത്തിൽ നോക്കുമ്പം ഒരുപാട് നീളം കൂടിയ ടണലുകളൊക്കെയാണ് നമ്മൾ ഇതുവഴി പോയപ്പോൾ കണ്ടത്. അങ്ങനെ ഒരുപാട് ടണലുകളും കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് പുതിയ ഒരു പാലം പണി നടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിയിലും പെട്ടെന്നും ഈ റോഡിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം 1300 കൂടുതൽ മീറ്റർ നീളമുള്ള ന്യൂ കത്രേഷ് ടണലിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ടണലാണ് കേട്ടോ. നല്ല നീളമുണ്ട്, നല്ല വീതിയുണ്ട്. അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു നല്ല സെറ്റപ്പിലുള്ള ടണലാണ്. ഒരു കുട്ടി ഇരിക്കുവാന്ന് വിചാരിച്ച് നോക്കിയത്. അപ്പൊ ഒരു പട്ടിക്കുട്ടിയായിരുന്നു നോക്കുന്നത്. അങ്ങനെ സമയം ഏകദേശം ഉച്ചയായി. 300 രൂപയ്ക്കുള്ള മഹാരാഷ്ട്രീ താലി മീൽസ് ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരാൾ മേടിക്കേണ്ട ആവശ്യമുള്ളൂ. കുഴപ്പമില്ല, ഒരു ആവറേജ് താലി മീൽസാണ്. കറിയുടെ ടേസ്റ്റൊക്കെ മാറി തുടങ്ങി കേട്ടോ. അങ്ങനെ താലി മീൽസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഹൈവേയുടെ സൈഡിൽ കൂടെയുള്ള ചെറിയൊരു വഴി കൂടെ നമ്മൾ അകത്തോട്ട് കയറിപ്പോയി കേട്ടോ. ഇതുപോലത്തെ കുറച്ച് പരന്ന് കിടക്കുന്ന വിശാലമായൊരു സ്ഥലം കണ്ടു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ചെറിയ നമ്മൾ 1-2 ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തു. അങ്ങനെ ഓക്സ്ഫോർഡ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന മഹാനഗരമായ പൂനെയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏകദേശം 150 കിലോമീറ്ററാണ് ഇവിടുന്ന് മുംബൈക്കുള്ളത്. ഏകദേശം 45 ലക്ഷത്തോളം ആൾക്കാർ താമസിക്കുന്ന ഒരു സിറ്റി കൂടിയാണ് പൂനെ. മാത്രമല്ല ഒരുപാട് IT പാർക്കുകളും IT കമ്പനീസുമുള്ള ഒരു സ്ഥലം കൂടിയാണ് പൂനെ എന്ന് പറയുന്നത്. പൂനെ സിറ്റി വളരെ നല്ല സിറ്റിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. നല്ല തിരക്കുള്ള സിറ്റിയാണ്. മുംബൈക്കാരിലും കുറച്ചുകൂടെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് പൂനെയിൽ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ പൂനെയിൽ പാർക്കിംഗ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ റൂം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഏകദേശം ഒരു 2500 രൂപയ്ക്ക് താഴെയാണ് ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്ത ദിവസം നമ്മൾ പോകാൻ പോകുന്നത് മുംബൈ ലോണാവാല വാപ്പിയിലോട്ടൊക്കെയാണ്. പൂനെ മുംബൈ എക്സ്പ്രസ് വേ ആണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഈ കാണുന്നതാണ് പൂനെ ലോണാവാല മുംബൈയിലോട്ട് പോകുന്ന എക്സ്പ്രസ് വേ. അതിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ. ഇതാണ് ഹോട്ടൽ. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്തത്. നിങ്ങൾ ഈ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. പിന്നെ ബാത്റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, സേഫാണ്. ഹോട്ടൽ സ്കൈ ഇൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഹോട്ടൽ സ്കൈ ഇൻ. നമ്മൾ പൂനെന്ന് മുംബൈ എക്സ്പ്രസ് വേ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിങ്ങൊക്കെ ഉള്ള, സേഫായിട്ട് പാർക്കിങ്ങൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. റെസ്റ്റോറൻ്റ് ഇല്ല. റെസ്റ്റോറൻറ്റ് നമുക്ക് വേണമെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴി നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ടി വരും. ഇവർക്ക് തന്നെ ഒരു ഹോട്ടലായിട്ടൊരു ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോട്ടൽ വഴി അവർ ഫുഡ് എത്തിച്ചു തരും. ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽസിൻ്റെ കാര്യം കേട്ടോ. ഇതൊരു വളരെ ചെറിയ വീഡിയോ കേട്ടോ. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ എക്സ്പ്രസ് വേ 1 എന്ന് പറയുന്ന പൂനെ മുംബൈ എക്സ്പ്രസ് വേയിലൂടെയുള്ള വിശേഷങ്ങളും, ലോണാവാലയിലെ സ്വീറ്റ്സും, മുംബൈയിലെ ചെറിയ കാഴ്ചകളും, ഗുജറാത്തിലെത്തി നമ്മൾ വിസിറ്റ് ചെയ്ത തിത്തൽ ബീച്ചിൻ്റെ കാഴ്ചകളും, പിന്നെ അതുപോലെ തന്നെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള സ്വാമിനാരായൺ ടെമ്പിൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത വ്ലോഗിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.